ഒരേ ഒരു തവണ മാത്രം മെത്ത് ഉപയോഗിച്ച ഒരാൾ ഇതുപോലെ ഹലൂസിനേഷനുമായിട്ട് വന്നു. യാതൊരു ഇവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. ആ പെൺകുട്ടി പറഞ്ഞാൽ അവളുടെ റിലേഷൻഷിപ്പിലുള്ള പയ്യൻ അവളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ പുറത്ത് നിന്ന് അവളെ കുറ്റം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ പറയുന്നതെല്ലാം ഇവൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഇല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഇല്ലാത്ത സംഭവം കേൾക്കുക, അതുപോലെ തന്നെ പറയുന്ന മറ്റുള്ള ആളുകളെല്ലാം അവന് ഗൂഢാലോചന, എന്നെപ്പറ്റി കളിയാക്കി സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല സിംറ്റംസും ഇവർ പറയുന്നു. അത് ഈ മെത്തടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ രാസലഹരി ഉപയോഗിക്കുന്നവരിൽ ചിലപ്പോൾ ഒരു സിംഗിൾ യൂസിൽ പോലും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ യൂസിൽ പോലും പലപ്പോഴും ഈ സൈക്യാട്രിക് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രാസലഹരി, കഞ്ചാവ് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള സൈക്യാട്രിക് കണ്ടീഷൻ മഹാഭൂരിപക്ഷം പേരിലും കാണാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ അനുസരിച്ചാണെങ്കിൽ ഒരു 60-65% ആളുകളിൽ ഈ സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ട്. ബാക്കി ഒരു 40-45% ആളുകൾ മാത്രമേ ആ ഒരു സിംറ്റംസ് ഇല്ലാത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 30-35% ആളുകൾ സിംറ്റംസ് ഒന്നുമില്ല, ഇത് സബ്സ്റ്റൻസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളിൽ ഇങ്ങനെയുള്ള സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ടാകും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ആ നിലയിലേക്ക് മാറേണ്ടവർ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഈ സിംറ്റംസ് എല്ലാം മാറിയതിന് ശേഷം മാത്രമേ ഈ ലഹരിയെപ്പറ്റി അവരെ ബോധവൽക്കരിക്കാനോ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ ഫാമിലി തെറപ്പി നടത്താനോ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും.